ജയ് ഗണേശ് പഞ്ചായത്ത് OTT ഇന്ന് രാത്രിയും നാളെയുമായിട്ടുള്ള OTT ഈ ആഴ്ചയിൽ ഇനി ബാക്കിയുള്ള OTT റിലീസുകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ജയ് ഗണേശ് എന്ന മിക്സഡും പോസിറ്റീവും അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിക്കാതെ പോയ മലയാളം ത്രില്ലർ സിനിമ അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം മെയ് 17 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ്. അടുത്തത് ബോളിവുഡിൽ നിന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട കോമഡി സീരീസ് ആയ പഞ്ചായത്തിന്റെ മൂന്നാമത്തെ സീസൺ ആമസോൺ പ്രൈമിലൂടെ മെയ് 28 OTT റിലീസ് ചെയ്യുന്നതാണ്. പൊക എന്നൊരു മലയാളം ഡ്രാമ സിനിമ നാളെ മെയ് 3 സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ വൈകിട്ട് 6 മണിക്ക് മുമ്പായിട്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. ഹൻസിക നായികയാകുന്ന എവറേജ് അഭിപ്രായം നേടിയ തമിഴ് ഹൊറർ കോമഡി സിനിമയായ ഗാർഡിയൻ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മെയ് 3 സിംപ്ലി സൗത്തിലൂടെ തമിഴ് ഭാഷയിൽ ഓവർസീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. അക്കലി എന്ന ഡ്രാമാറ്റിക് ത്രില്ലർ ഹിന്ദി സിനിമ നാളെ മെയ് 3 ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ദ ബ്രോക്കൻ ന്യൂസ് എന്ന ഹിന്ദി ത്രില്ലർ ഡ്രാമ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മെയ് 3 ഹിന്ദി ഭാഷയിൽ ZEE5ലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അൺഫ്രോസ്റ്റഡ് എന്ന ഇംഗ്ലീഷ് കോമഡി സിനിമ നാളെ മെയ് 3 ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹാപ്പി എൻഡിംഗ് എന്നൊരു തെലുങ്ക് റൊമാന്റിക് കോമഡി ഫാന്റസി സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മെയ് 3 ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സിദ്ധാർത്ഥ് റോയ് എന്ന തെലുങ്ക് റൊമാന്റിക് ത്രില്ലർ സിനിമ ഈ സിനിമയും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തന്നെ ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ടു ബാൻഡ് റേഡിയോ എന്നൊരു ഹിന്ദി ഡ്രാമ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മെയ് 3 ZEE5ലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. പ്രോം ഡേറ്റ്സ് എന്നൊരു ഇംഗ്ലീഷ് കോമഡി സിനിമ നാളെ ഹുളു പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ മെയ് 3 OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഷെയ്ത്താൻ എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി 200 കോടിക്ക് മേലെ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഹിന്ദി സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മെയ് 3 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. മികച്ച അഭിപ്രായങ്ങൾ നേടി 235 കോടിക്ക് മേലെ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ സർവൈവൽ ത്രില്ലർ മലയാളം സിനിമയായ മഞ്ഞുമൽ ബോയ്സ് വരുന്ന ഞായറാഴ്ച മെയ് 5 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇന്നലെ ജാപ്പാനീസ് ഭാഷയിലും ജാപ്പാനീസ് സബ്ടൈറ്റിലോടും കൂടി HD ബ്ലൂറേ പതിപ്പ് റിലീസ് ചെയ്ത പ്രധാനപ്പെട്ട വിഷ്വൽ എഫക്റ്റിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ജാപ്പാനീസ് ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് ഗോഡ്സില്ല -1. സിനിമ നാളെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടി ജാപ്പാനീസ് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ മെയ് 3 OTT റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷയിലും കൂടെ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നെ ഹത്താബയുടെ റൊമാന്റിക് കോമഡി ഹോളിവുഡ് സിനിമയായ ദ ഐഡിയ ഓഫ് യു ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ടർട്ടിൽസ് ഓൾ ദ വേ ഡൗൺ എന്ന റൊമാന്റിക് ഡ്രാമ ഹോളിവുഡ് സിനിമ ഇന്ന് മാക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസ് ആയിട്ട് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. എ മാൻ ഇൻ ഫുൾ എന്ന ഇംഗ്ലീഷ് ഡ്രാമ സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹാക്സ് എന്ന ഇംഗ്ലീഷ് കോമഡി സീരീസിന്റെ മൂന്നാമത്തെ സീസന്റെ ആദ്യ 2 എപ്പിസോഡ് ഇന്ന് മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 7 എപ്പിസോഡുകൾ ഓരോ ആഴ്ചകളിലും ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. ബ്യൂട്ടിഫുൾ റിബൽ എന്ന ഇറ്റാലിയൻ മ്യൂസിക്കൽ ബയോഗ്രഫിക്കൽ ഡ്രാമ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എന്ന റൊമാന്റിക് കോമഡി കൊറിയൻ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ കൊറിയൻ ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. എ ടിപ്പിക്കൽ ഫാമിലി എന്ന റൊമാന്റിക് കൊറിയൻ സീരീസ് മെയ് 4 നെറ്റ്ഫ്ലിക്സിലൂടെ കൊറിയൻ ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്.